ഹലോ ഗൈസ്. അപ്പോൾ രാവിലെ ഒരു ന്യൂസ് കണ്ടു. ഡിസംബർ 24-ന് സിദ്ധാർത്ഥ് പ്രഭു ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കി, മദ്യപിച്ച് കാർ ഓടിച്ച് ഒരാളെ ഇടിച്ചിട്ടു എന്നൊക്കെ നമ്മൾ ഒരു ന്യൂസായിട്ട് കേട്ടിരുന്നു. പിന്നീട് ആ ഒരു ഇഷ്യൂ, ക്രിസ്മസിൻ്റെ ആ സെലിബ്രേഷനും എല്ലാം കാരണം അതങ്ങ് ഒതുങ്ങായിരുന്നു. ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് വളരെ തെറ്റ് തന്നെയാണ്. അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ ഒക്കത്തില്ല. പക്ഷേ അതിനെ എല്ലാം ന്യായീകരിച്ചുകൊണ്ട് ഒരാൾ വന്നിരുന്നു. ജിഷിൻ മോഹൻ എന്നാണ് അയാളുടെ പേര്. സീരിയലിലെ ആ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻറ്റും ആയിരുന്നു. ന്യായീകരിക്കാൻ പറയുന്നത് ഇതാണ്: ഒരിക്കലും നാട്ടുകാർ ഒരിക്കലും കയ്യേറ്റം ചെയ്യാൻ പാടില്ലായിരുന്നു. പോലീസിനെ അറിയിക്കുക, സ്റ്റേഷനിൽ പോയി അവരെന്താ നിയമപരമായി എന്താണ് നടപടി എടുക്കുന്നത് അതിനു വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും നാട്ടുകാർ അയാളെ കൈകാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാം നാട്ടുകാർ എത്രത്തോളം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ഇന്ന് രാവിലെ ജാനുവരി 2 ഇന്ന് രാവിലെ ഒരു ന്യൂസ് അറിയുന്നത് സിദ്ധാർത്ഥ് പ്രഭു ആക്സിഡൻ്റ് ആക്കിയ ആൾ ഇന്ന് മരിച്ചിരിക്കുന്നു എന്നാണ്. അയാളൊരു തമിഴ്നാട് സ്വദേശിയാണ്. കൂടാതെ അയാളൊരു ലോട്ടറി വിൽപ്പനക്കാരനായിരുന്നു. കണ്ടില്ലേ, മദ്യപിച്ച് വാഹനം ഓടിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെ അനുഭവങ്ങളാണെന്ന്. അത് അവരുടെ കുടുംബത്തിന് പോയി, അല്ലാതെ ഒരു കാര്യമില്ല. ജിഷിൻ മോഹൻ ഇനി ന്യായീകരിക്കാൻ ഒന്നുമില്ല. അത് ഒരാളുടെ ജീവൻ എടുത്തു, അതിനി ന്യായീകരണവും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ സപ്പോർട്ടിങ് വീഡിയോ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.